ങ്ങളിലേക്ക് ലഡാക്ക് പ്രക്ഷോഭത്തിനിടെ നടപടി. ലഡാക്കിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചൂക്കിനെതിരെ കേന്ദ്ര നടപടി. വാങ്ചൂക്കിന്റെ സ്ഥാപനത്തിന്റെ FCRI ലൈസൻസ് റദ്ദാക്കി. വാങ്ചൂക്കിന്റെ സ്ഥാപനം വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം ലംഘിച്ചുവെന്ന ആരോപണത്തിൽ CBI പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 മാസം മുൻപാണ് അന്വേഷണം തുടങ്ങിയതെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. വാങ്ചൂക്കിന്റെ സ്ഥാപനമായ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് FCRI ലംഘിച്ചുവെന്നാണ് പരാതി. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, 2 മാസം മുമ്പ് നടത്തിയ അല്ലെങ്കിൽ ആരംഭിച്ച ഒരു അന്വേഷണമാണ്. ഇപ്പോൾ ഇതിന്റെ ഒരു സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് കരുതിയാൽ മതിയോ? മറ്റെന്തൊക്കെ വിവരങ്ങൾ പങ്കുവെക്കാനുണ്ട്? രഞ്ജിത്ത്, ഈ സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ഇങ്ങനെ നിയന്ത്രണം വിട്ടുപോകുന്നതിൻ്റെ കാരണം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു. വിദേശ സഹായം ലഭിക്കുന്നുണ്ടോ ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് എന്നത് വളരെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ സോനം വാങ്ചുക്കിനെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് എന്ന അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സംഘടന, അതേപോലെ ഉള്ള അദ്ദേഹം നേതൃത്വം നൽകുന്ന 2 മറ്റു സംഘടനകളുണ്ട്. അതിലൊന്ന് ഷേഷ്യൻ ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സംരംഭമാണ്. അതേസമയം ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് ലഡാക്ക് എന്നത് അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു സംഘടനയാണ്. അപ്പോൾ ഈ 3 സംഘടനകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പലതും ഭൂരിഭാഗവും രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്നൊരു വസ്തുത പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ പല വകുപ്പുകൾ ഇവർ ലംഘിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സെക്ഷൻ 12, 17, 18, 19 തുടങ്ങിയ വകുപ്പുകളൊക്കെ ലംഘിച്ച് വിദേശ സഹായം സ്വീകരിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഈ അക്കൗണ്ടുകളിൽ നിന്ന് സ്വന്തം അക്കൗണ്ടുകളിലേക്ക് വാങ്ചുക്ക് പണം ഇടപാട് നടത്തിയിരിക്കുന്നു. അതിൽ 9 അക്കൗണ്ടുകൾ ഇദ്ദേഹത്തിനുണ്ട്. അതിലൊന്ന് മാത്രമാണ് പരസ്യമാക്കിയിട്ടുള്ളത്, ബാക്കി 8 രഹസ്യമാണ്. അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ ഒരു വലിയ കഥ പുറത്തേക്ക് വരികയാണ്. അതേസമയം വാങ്ചുക്ക് ഇതിൽ പറയുന്നത് ഇത് പലപ്പോഴും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിദേശത്തു നിന്ന് ലഭിച്ച ഫണ്ടാണ്, സ്വീഡിഷ് കേന്ദ്രമായ ചില സന്നദ്ധ സംഘടനകളിൽ നിന്ന് ലഭിച്ച ഫണ്ടാണെന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നു. ചിലത് അവരുടെ പ്രത്യേകിച്ച് ഈ ഷെഷ്യോൺ ഇന്നോവേഷൻസിൻ്റെ ചില അറിവുകൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ കിട്ടിയ ലാഭമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങൾ നിരത്തുന്നു. പക്ഷേ എന്തായാലും വ്യാപകമായ ഒരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. അതിൽ പലതും രഹസ്യമായിരുന്നു അല്ലെങ്കിൽ രഹസ്യമാക്കി വെച്ചു എന്ന ഒരു കുറ്റം അദ്ദേഹത്തിന് മുകളിലുണ്ട്. അത് ഒരുപക്ഷെ കൂടുതൽ അന്വേഷണങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു നൽകാൻ കഴിയും എന്നാണ് CBI വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് സുരക്ഷാ സംവിധാനം ശക്തമാക്കാനുള്ള നടപടികൾ കൂടുതൽ കേന്ദ്രം എടുക്കുകയാണ്. ഇന്ന് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദ്ര ഗുപ്തയുടെ നേതൃത്വത്തിൽ അവിടെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തി. കർഫ്യൂ ഈ ലേ അതുപോലെ കാർഗിൽ മേഖലകളിൽ വളരെ ശക്തമായി തന്നെ നടപ്പിലാക്കുന്നുണ്ട്. കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും അതുപോലെ ലേ അപെക്സ് ബോഡിയും ഒക്കെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ നടപടികൾ, അതുമായി ബന്ധപ്പെട്ടൊരു 19ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 80ലധികം ആളുകൾ അവിടെ ഇപ്പോൾ പരിക്കേറ്റവരുണ്ട്. ഈ വിദേശ പ്രത്യേകിച്ച് നേപ്പാൾ പൗരന്മാർ വരെ പിടിയിലായി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പുറത്തു നിന്നുള്ള പിന്തുണയുണ്ട് എന്ന കാര്യം കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയം ഇത് ഗൗരവമായി പരിശോധിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയമാകട്ടെ ഇത് ഈ വാങ്ചുക്കിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അവിടെയുള്ള കലാപത്തിന് വഴിവെച്ചത്. ഇതിൻ്റെ പുറകിലുള്ള സാമ്പത്തിക സ്രോതസ്സ് വളരെ ശക്തമായി തന്നെ അന്വേഷിക്കണം എന്ന ഒരു നിലപാടിലുമാണ്. അപ്പോൾ ലഡാക്കിൽ നടന്ന കലാപം അത് ഒരു BJP വിരുദ്ധമോ കേന്ദ്ര വിരുദ്ധമോ അല്ല. അതൊരു പക്ഷേ BJP ഓഫീസുകൾ കത്തിച്ചു കാണും, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നിലപാടുകൾ എടുത്തു. പക്ഷേ അത് വലിയ തോതിൽ പുറത്തുനിന്ന് പിന്തുണ ലഭിച്ച ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനെ കാണുന്നത്. ശരി, മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്.